ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്ന് മാർച്ച് 13, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ മോളുടെ സെറീൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അവൾക്ക് 6 വയസ്സായി. അതുപോലെ ഈ ആഴ്ച തന്നെ ഞങ്ങളുടെ മോൻ്റെയും ബർത്ത്ഡേ ആണ്. അടുത്ത ഞായറാഴ്ച അവന് 10 വയസ്സാവും കേട്ടോ. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ ബർത്ത്ഡേ ആണ് ഈ ആഴ്ച. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഒരു പായസം, വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പിന്നെ സൺഡേയിൽ കേക്ക് മുറിക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. അപ്പം ഇന്ന് ഒരു നമ്മുടെ ചെറുപയർ പായസം ഉണ്ടാക്കാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. താങ്ക് യു. നിങ്ങൾ ഇവിടെ കാണുന്ന പോലെ ഞാൻ കുക്കറിൽ 2 ഗ്ലാസ് നമ്മുടെ ചെറുപയർ വെള്ളത്തിൽ ഇട്ട് കുതിർത്തതിന് ശേഷം ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇത്രയും മതി, ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇതെന്നിട്ട് നമുക്കൊന്ന് ഗ്യാസിലേക്ക് വെക്കാം. അപ്പോൾ ഞാൻ കുക്കർ നമ്മുടെ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് നേരം എടുക്കും. 2 വിസിലടിക്കുന്നതിന് വരെ വെയിറ്റ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കോക്കനട്ട് കട്ട് ചെയ്തതാണ്. ചെറിയ ചെറിയ കട്ട് കോക്കനട്ട് തേങ്ങയാണ്. പിന്നെ ഇത് നമ്മുടെ കുറച്ച് ഉണക്കമുന്തിരിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ നമ്മുടെ വാൾനട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചുക്കുപൊടി, ജിഞ്ചർ പൗഡർ, പിന്നെ നമ്മുടെ ശർക്കര എടുത്തിട്ടുണ്ട്, തേങ്ങാപ്പാലുണ്ട്, ഈ പറഞ്ഞ ഉപ്പുണ്ട്, പിന്നെ നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ നെയ്യുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന രീതി ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കുന്നതെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ കാണുന്ന പോലെ ഞാൻ ശർക്കര കട്ട് ചെയ്തിട്ട് വെള്ളത്തിൽ ഉരുക്കാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഉരുകി വരട്ടെ. ഞാൻ ശർക്കര കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മോയിൽ ശർക്കര കഴിക്കുക കേട്ടോ. പുള്ളിക്കാരന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. നക്കി കഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശർക്കര നന്നായിട്ട് പൊടിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഏകദേശം നമ്മുടെ കുക്കർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് ഇവിടെ വെന്തിട്ടുണ്ട്. ഒത്തിരി അളിഞ്ഞു പൊളിഞ്ഞു പോയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഈ രീതിയിലായിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ. ഇനിയിപ്പം ഒത്തിരി ആയിക്കഴിഞ്ഞാൽ ഒത്തിരി അങ്ങ് അളിഞ്ഞു പോവും. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇനിയിപ്പം ഈ ശർക്കര പാനിയൊക്കെ ഒഴിക്കുമ്പോഴത്തേക്കും അത് ഇച്ചിരി കൂടെ സ്മൂത്ത് ആയിക്കോളും. അപ്പം നമ്മുടെ പാനി ഇവിടെ ആയി വരുന്നുണ്ട്. നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ ഈ പറഞ്ഞ എന്തെങ്കിലും കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടാവും. ഞാൻ നമ്മുടെ ശർക്കരപ്പാനി നന്നായിട്ട് അരിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നല്ല ക്ലിയർ ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം കുറഞ്ഞു പോകുന്നവർക്ക്, ഇപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കുറഞ്ഞു പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ചും കൂടെ നമ്മൾ ശർക്കര ഇട്ട് പാനി ഉണ്ടാക്കി അതിനകത്ത് ഒഴിച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ആ സമയത്ത് തന്നെ നമ്മൾ വേറെ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പോൾ ഇപ്പം ഞാൻ ഇതിനകത്തോട്ട് ഇത് ഒഴിക്കാൻ പോവാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഇത്രയും മതി, കാരണം നമ്മൾ ഇതിൻ്റെ പുറമെ തേങ്ങാപ്പാലും എല്ലാം കൂടെ ഒഴിക്കും കേട്ടോ. ഇതിനകത്തോട് ഇട്ടേക്കാം. ഈ നെയ്യ് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്, കാരണം ഫ്രിഡ്ജിൽ വെച്ചോണ്ടേ കുറച്ച് നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ നമ്മുടെ നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ. നട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി കൂടുതൽ ഇടാം. അതായത് നിങ്ങളുടെ ഉള്ളതെല്ലാം ഇടാം കേട്ടോ. അതായത് നമ്മുടെ അണ്ടിപ്പരിപ്പ്, പിന്നെ വേറെ എന്തുണ്ടെങ്കിലും അതൊക്കെ നമുക്ക് ഇടാം കേട്ടോ. ബദാം എല്ലാം ഇടാം. പക്ഷേ എൻ്റെ കയ്യിൽ ബദാം ഇരിപ്പുണ്ട്. പക്ഷേ ബദാം ഇട്ട് കഴിഞ്ഞാൽ ഈ പിള്ളേർ കഴിക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ബദാം ഇടാത്തത്. പിന്നെ അണ്ടിപ്പരിപ്പ് തീർന്നു പോയി, ഞാൻ തന്നെ കഴിച്ച് തീർത്തു കേട്ടോ. അതാണ് സത്യാവസ്ഥ. അപ്പോൾ അണ്ടിപ്പരിപ്പ് ഇവിടെ മേടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തീരും കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ള സംഭവങ്ങൾ വെച്ചാണ് ഇന്നത്തെ പായസം. അപ്പോൾ ഈ പായസം പണ്ട് എൻ്റെ അമ്മ ഞാൻ പണ്ട് ചെറുതായിരുന്നപ്പോഴൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു കേട്ടോ. പണ്ട് എന്നെ തിരക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും മമ്മി ഇപ്പോഴും ഉണ്ടാക്കി ഇങ്ങനെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും അമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. ആ ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് കുറേ നാൾ കഴിയുമ്പോഴത്തേക്കും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന അവർക്കൊരു ഓർമ്മയായിരിക്കുമെന്ന് ഞാനും വിശ്വസിക്കുന്നു.
അപ്പോൾ അതിൻ്റെ നട്ട്സൊക്കെ ഏകദേശം ഒന്ന് നന്നായിട്ട് ഇതുണ്ടോ ഇങ്ങനെ മുഴുത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ ഈ തേങ്ങാക്കൊത്ത് കൂടെ ഇതിനകത്തൊക്കെ അങ്ങിട്ടേക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ നട്ട്സ് എല്ലാം ഇവിടെ ശരിയായി വന്നിട്ടുണ്ട്. ഇതുണ്ടോ, ഞാനത് ഓഫാക്കി കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ചെറുപയർ ഇവിടെ ഞാൻ ചെറിയൊരു തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓഫാക്കിയിട്ടില്ലായിരുന്നു. ചെറുപയറിനകത്തോട്ട് നമുക്ക് കുറച്ച് ചുക്കുപൊടി ഇടാം കേട്ടോ, ജിഞ്ചർ പൗഡർ. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കിയതിന് ശേഷം ഇനി നമുക്ക് നമ്മുടെ ഈ പറഞ്ഞ നട്ട്സ് എല്ലാം കൂടെ അങ്ങോട്ടിടാം. നമ്മുടെ നട്ട്സ് എല്ലാം അതിനകത്ത് ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ കോക്കനട്ട് മിൽക്ക് ഇതുണ്ടോ, കോക്കനട്ട് മിൽക്ക് നല്ല കട്ടിയുള്ള മിൽക്കാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഞാൻ ഏലക്ക പൊടിച്ച് ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളിവിടെ കാണുന്ന പോലെ നമ്മുടെ ചെറുപയർ പായസം ഞാൻ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റും ഭയങ്കര നല്ല നമ്മുടെ ആ ചുക്കിൻ്റെയൊക്കെ നല്ല മണവും ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഏലക്കയുടെ പിന്നെ ആ ശർക്കരയുടെ തേങ്ങാപ്പാലിൻ്റെ എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നതല്ല, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എനിക്കറിയാം നാട്ടിൻപുറത്തൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന സംഭവമാണിത്. അപ്പോൾ ഇതുപോലെ പിള്ളേരുടെ ബർത്ത്ഡേയോ പാർട്ടികളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഒരു ഓർമ്മയാണ് അല്ലേ, നമ്മുടെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മകളിലേക്ക് പോകുന്നതാണ് ഇതുപോലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ. അപ്പോൾ നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കുക. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്